നല്ലൊരു ഞായറാഴ്ചയായിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ, പുറത്തെങ്ങാനും ഒന്ന് കറങ്ങിയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് സീ വേൾഡ് എക്സ്പോ നടക്കുന്നതായിട്ട് ഓർമ്മത്. പിന്നെ എവിടെയോ പോകാൻ നിന്ന് കെട്ടിയവനെ സോപ്പിട്ട് വീട്ടുകാരും പറക്കി വണ്ടിയിലിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ലേറ്റായി കഴിഞ്ഞ് മനസ്സെങ്ങാനും മാറിയല്ലോ. അവിടെ എത്തിയപ്പോഴും ഒരു കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെയൊക്കെ തലയെ കൊള്ളുമെന്ന് അറിയാത്ത രീതിയിലുള്ള ആൾ. പിന്നെ ടിക്കറ്റും എടുത്ത് അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടന് ഒരു ചിരിയും ടിക്കറ്റും കൊടുത്തിട്ട് അകത്ത് കയറി. അകത്ത് പല വെറൈറ്റിയിലുള്ള പക്ഷികൾ, മൃഗങ്ങൾ. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണെന്ന് തോന്നുന്നു. ഒടുക്കത്തെ ഒരു മൂങ്ങ കരച്ചിലും. കരയുന്നത് മൂങ്ങയാണെങ്കിലും തലയാട്ടുന്നത് വേഴാമ്പല. ദേ കിടക്കുന്ന ഒരു വവ്വാലും. മര്യാദയ്ക്ക് പറന്നു നോക്കോ, ഇല്ലെങ്കിൽ നിപ്പ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബിൽ വിട്ടുകളെ. തത്തമ്മേ പൂച്ച പൂച്ച. ഓ, ഇതാ തത്തയല്ല. കോഴിക്കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് മാറിക്കോ, ദാ നിങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് ഒരു പരുന്ത് ഇവിടെ ചിറക് വിരിച്ച് നിൽപ്പുണ്ട്. കുറച്ച് നേരമായി. ദേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സെക്ഷൻ. ഡ്രാഗനായിരുന്നു. ഇനി ഇതെങ്ങാനും തീ തുപ്പോ. ചൂട് കാലമോ, കിണത്തിലും കുളത്തിലും വെള്ളമില്ല. ഫയർ എഞ്ചിനെങ്ങാനും വിളിക്കണോ? ഇവിടെ എവിടെയോ തീ അണയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇത് കാണുന്നില്ലല്ലോ. ഇനി ഈ ഡ്രാഗനെങ്ങാനും എടുത്ത് വിഴിഞ്ഞോ? ഇല്ലല്ലോ, അത് വാതുറന്ന് കാണിച്ചല്ലോ. ഇത് ആനയോ അതോ ഡ്രാഗനോ? ഒരു വിധത്തിൽ ഇവിടെ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് അകത്ത് ചെന്നപ്പോൾ ദേ അടുത്തത്. പിടിച്ചതിനേക്കാൾ വലിയ വയ്യാവില്ലേ അകത്തിരിക്കുന്നത്. ഇതെന്താ മിസ്റ്റർ പോഞ്ഞിക്കരയോ? മസിലൊക്കെ പിടിക്കുന്നുണ്ടല്ലോ. ലവ്വാ. ദാണ്ട പുറകോട്ട് പോകുന്നു. ഇത് കടിക്കോ? റോബോട്ടാണ് പോലും, റോബോട്ട്. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. കൊച്ചുങ്ങൾ വരെ കരഞ്ഞുപോയി. മനുഷ്യ ദൈവമേ, ഞാൻ നടന്ന് നടന്ന് അന്റാർട്ടിക്കയിലെത്തിയോ? ദേ ഒരു ഇഗ്ലു. ഒരു സിനിമ കാണിക്കാൻ പോവുകയാണോ? ഏതാ പുതിയ പടം? 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കാണിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ ഏഷ്യാനെറ്റിൽ കണ്ടതാ. സംഗതി എന്തായാലും കലക്കി, അടിപൊളിയായിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാമേ. കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.